ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് മാച്ച്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന അപ്പത്തിൻ്റെ മാവൊക്കെ കാണുന്നു. അപ്പം നമ്മളത് വിചാരിക്കും ഇനിയിപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് 10 മിനിറ്റിനകം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിയുള്ള അപ്പത്തിൻ്റെ മാവ് കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടില്ല. അപ്പോൾ വളരെ ടേസ്റ്റുമാണ്, വളരെ സോഫ്റ്റും ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ വട്ടയപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മളിപ്പം അപ്പത്തിന് അരച്ച മാവാണ്. അപ്പോൾ സാധാരണ നമ്മൾ അപ്പത്തിന് അരയ്ക്കുന്ന പോലെ അരച്ചെടുത്ത മാവ്. ഇതിന് ഇങ്ങനെ ഈ വട്ടയപ്പം ചെയ്യാനും കൂടെ ആയിട്ടാണ് നമ്മൾ മാവ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമന്ന അരി ഉപയോഗിക്കരുത്. അതായത് നമ്മൾ ഈ ചുമന്ന ചെമ്പാവരി ചോറൊന്നും ഇട്ട് ഇതിൻ്റെ കൂടെ അരയ്ക്കരുത്. സാധാരണ നമ്മൾ വെള്ള അരി കൊണ്ട് തന്നെ വേണം അപ്പത്തിന് അരച്ചെടുക്കാനായിട്ട്. ഇത് അപ്പത്തിന് അരച്ചെടുത്ത് വെച്ച മാവാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് ഉപ്പൊന്നും ചേർക്കുന്നതിന് മുന്നേ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പം ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. സാധാരണ പച്ചരി, അതുപോലെ തന്നെ ചോറും പിന്നെ നമ്മുടെ തേങ്ങാ വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുത്ത മാവാണ്. അപ്പം ഈ മാവിലെയാണ് ഞാനിപ്പം വട്ടയപ്പം ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റി. ഇതിപ്പോൾ ഞാൻ മെഷറിംഗ് കപ്പിൽ ഒരു 2 കപ്പ് മാവാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ബാക്കി വരുന്ന മാവ് കൊണ്ട് സാധാരണ വേണമെങ്കിൽ നമുക്ക് ചെയ്യാനും പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയാണ്. അതായത് തേങ്ങ നമ്മൾ തിരികെ എടുത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ എടുത്തിട്ടുള്ള തേങ്ങയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തേങ്ങയും പഞ്ചസാരയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ വളരെ കുറച്ച് പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. ഇവിടെ മധുരം വളരെ കുറച്ച് മതി, അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത്. തേങ്ങ നമുക്ക് ഇഷ്ടമുള്ള അളവിന് അത്രയും ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തത് ഈ അരി മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ മഴ പെയ്യണം, അതുകൊണ്ട് ചിലപ്പോൾ നല്ല സൗണ്ടിൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നല്ല പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നല്ല പോലെ ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഇത് കുറച്ച് വെള്ളം ഇങ്ങനെ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലേ. അപ്പം നമുക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ, അതിൽ കൂടുതൽ ചേർക്കരുത്. അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം വേണമെന്ന് നോക്കണം. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ ഇത് ഒരു 1.5 സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യണം. കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അത് ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൽ കട്ട കട്ടത്തില്ല. കണ്ടോ, ഇപ്പോൾ ഇതിലൊരു കട്ടയില്ലാതെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പിന്നെ എക്സ്ട്രാ ചേർക്കുന്നതാണ് കുറച്ച് നട്ട്സാണിത്. കുറച്ച് നല്ല പോലെ പൊടിച്ചെടുത്തതും കുറച്ച് നമുക്ക് കടിക്കാൻ കിട്ടത്തക്ക രീതിയിലും ക്രഷ് ചെയ്തെടുത്തതാണ്. പകുതി നമ്മളൊരു 10 നട്ട്സ് എടുക്കുകയാണെങ്കിൽ 5 എണ്ണം നല്ല പോലെ മിക്സിയിൽ പൊടിച്ചെടുക്കണം. 5 എണ്ണം നമുക്ക് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിടും. അപ്പം അങ്ങനെ ഇട്ടതാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ മോന് ഇതിങ്ങനെയൊക്കെ ചേർക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നട്ട്സ് ചേർത്തതാണ്. നട്ട്സ് ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കണ്ട. ഇനി ഇതിനൊരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിഞ്ച് ഉപ്പാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. അത് മധുരത്തിന് ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തത്. ഇനി വേണമെങ്കിൽ കുറച്ച് കറുത്ത മുന്തിരി നമുക്കിതിലേക്ക് ചേർക്കാം. അത് വേണമെങ്കിൽ ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഗാർണിഷിങ്ങിന് വേണ്ടി ഞാനത് മാറ്റി വെച്ചേക്കാം. ഇതിനകത്ത് മുന്തിരിങ്ങ വേണമെങ്കിൽ ഉണക്ക മുന്തിരി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു 5 മിനിറ്റ്സ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം.
5 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല കുറുകുറ ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് കറക്റ്റായിട്ടൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ടാണ് നമുക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഏത് പാത്രത്തിലും കുഴിയുള്ള പാത്രം വേണോ, എന്തിലാണെങ്കിലും ഒഴിക്കാം. ഇതിലൊന്നുകിൽ വെളിച്ചെണ്ണ തേക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഇതാണ്ട് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പം നല്ല മണമായിരിക്കും നെയ്യ് ചേർക്കുമ്പം. നല്ല പോലെ പാത്രത്തിൽ ഫുള്ള് നമ്മൾ നെയ്യ് തേച്ച് പിടിപ്പിക്കണം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നെയ്യ് ചേരാതിരുന്നു കഴിഞ്ഞാൽ അത് ഇളകി വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ല പോലെ നെയ്യ് ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ നെയ്യ് ഇതിനകത്ത് ഒഴിച്ചാൽ മതി. നെയ്യ് ഇനിയിപ്പോൾ ഇഷ്ടമല്ല, നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. വേറൊരു എണ്ണയും തേക്കേണ്ട, ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഈ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം വരെ വരാകുള്ളൂ. അത് പൊങ്ങി വരുന്നതാണ്. നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് നല്ല പോലെ ഇതിനെ തട്ടി ഒന്ന് വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിനെ നമ്മുടെ ഇഡലി കുട്ടത്തിനകത്ത്, ഇഡലി ചെമ്പിനകത്ത് വെള്ളം നിറച്ച് വേവിച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പം ഇതിനെ ഞാൻ ഇനി ഇഡലി പാത്രത്തിനകത്തോട്ട് വെക്കുകയാണ്. ത്തിൻ്റെ മാപ്പ് ഞാൻ ഇഡലി കുട്ടത്തിനകത്തോട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് നല്ല പോലെ ആവിയിൽ ഇതിനെ വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗാർണിഷിങ്ങിനുള്ള ഐറ്റംസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം ഇട്ട് കൊടുത്താൽ അത് അങ്ങ് താന്നു പോകും. ഇതിലേക്ക് അങ്ങ് താന്നു പോവുകയും ചെയ്യുന്നു. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു 1/4 വേവാവുന്ന ടൈമിന് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്കിതിനെ അടച്ചു വയ്ക്കാം. നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് റൈസൻസും നട്ട്സും ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഇതിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സോഫ്റ്റ് വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെ ഒന്ന് കമുത്തിയത് അടിഭാവമൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കൈ കൊണ്ടെടുക്കുക, തിരിച്ച് വയ്ക്കുക. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ബാലൻസ് മാവ്, അപ്പത്തിൻ്റെ ബാക്കി വന്ന മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുത്ത വട്ടയപ്പമാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റൊക്കെ പറയണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. Thank you for watching.